ജീവിതത്തിലേക്ക്, ഏറ്റവും വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തുക എന്നതാണ് പ്രഥമവും പ്രധാനമായ കാര്യം നമ്മൾ മനസ്സിലാക്കി. അതെങ്ങനെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ മാറ്റങ്ങൾക്കൊപ്പം നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന, ആവർത്തിച്ച് സ്ഥിരീകരിച്ച് ദൃഢീകരിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ പറയുന്ന വാക്കാണ് അഫർമേഷൻ. അഫർമേഷൻ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവാറുണ്ട്. പോസിറ്റീവായി പറയുന്നതിനാണ് നമ്മൾ അഫർമേഷൻ എന്ന് പറയുക. പക്ഷെ അത് ചിലർക്കൊക്കെയും വളരെ ദൃഢതയോടെ വരുന്ന ഒരു കാര്യം നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ പരാജിതനാണ്, ഞാൻ തോറ്റവനാണ്, നഷ്ടപ്പെട്ടവനാണ്, ദരിദ്രനാണ്, രോഗിയാണ്, അങ്ങനെ തുടങ്ങി നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നെഗറ്റീവായി വരാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദൃഢീകരണത്തെ, ഈ ഉറപ്പിച്ച് നമ്മളെ കുറിച്ച് പറയുന്ന വാക്കുകളെ പൂർണ്ണമായും പോസിറ്റീവാക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വിജയം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ജീവിത മാറ്റങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും പറയുന്നത് കഴിയില്ല, നടക്കില്ല, പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ചൊരു പോസിറ്റീവായ ഒരു ചിന്താഗതിയും ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുക. നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാം. ഞാൻ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, അത് അങ്ങനെ വേഗത്തിൽ പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല. ഒന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അഥവാ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ശ്രമിക്കുന്നു. അല്ലെ, ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഇത്ര കാലവും ഞാൻ പറ്റാത്തവളാണ്, പറ്റാത്തവനാണ്, കഴിയാത്തവനാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല, ആരും എന്നിൽ നമ്മളും പെടും. ഇതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനെ നമ്മൾ ഒരു അഫർമേഷൻ മാറ്റുകയാണ്, പോസിറ്റീവ് ആക്കുകയാണ്. ഞാൻ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കഴിയും, എനിക്കത് കഴിയുന്നവനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ കഴിവുള്ളവനാണ്, എനിക്കത് ലഭിച്ചിരിക്കുന്നു, ഞാൻ നേടിയിരിക്കുന്നു, ഞാൻ സമ്പന്നനായിരിക്കുന്നു, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നു. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളെയും സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, പോസിറ്റീവായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ അഫേം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ മാറ്റം വരും. യെസ്, ഇതെനിക്ക് കഴിയും, എനിക്കത് കഴിയുന്നുണ്ട്, എനിക്കത് കിട്ടിയിട്ടുണ്ട്, ഞാനത് നേടിയിട്ടുണ്ട്, എനിക്കത് സാധിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരും. അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ആ ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറും. അപ്പൊ നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായും ഒരു പോസിറ്റീവായ ജീവിതമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഉദാഹരണത്തിന്, ഞാൻ രോഗിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാള് ഒരുപക്ഷെ ചെറിയ പ്രയാസങ്ങളോ ചില രോഗങ്ങൾ ഉണ്ടാവാം. അത് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അയാളിലേക്ക് കൂടുതൽ രോഗമാണ് വരിക. ദാരിദ്ര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ അയാളിലേക്ക് ദാരിദ്ര്യമാണ് വരിക. അതിനു പകരം ഞാൻ സമ്പന്നനായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാൻ നേടിയിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ ഫോക്കസ് മറന്നു. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, ആവർത്തിച്ച് നമ്മൾ നമ്മെ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഇത് ഉറപ്പിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, നമ്മൾ ദൃഢീകരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, നമ്മൾ ഈ അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ
മെല്ലെ മെല്ലെ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും. ആ ചിന്തകളിലെ മാറ്റം വരുമ്പോൾ നമ്മുടെ മനസ്സ് അത് ഏറ്റെടുക്കുന്നു. മനസ്സ് അത് ഏറ്റെടുക്കുമ്പോൾ ശരീരത്തിലേക്കും അതിന്റെ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു. അങ്ങനെ മനസ്സും ശരീരം മാറുമ്പോൾ നമ്മുടെ പറഞ്ഞതുപോലെ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾക്കൊപ്പം ആത്മീയമായ ഒരു മാറ്റം കൂടി അനുഭവപ്പെടുന്നു. സ്പിരിച്വലായ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നു. യെസ്, ഇതെനിക്ക് സാധിച്ചിട്ടുണ്ട്, ഇതെനിക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഈ പറഞ്ഞ എല്ലാ നിലക്കും ഈ മാറ്റങ്ങൾ അനുഭവപ്പെടുമ്പോൾ സാമൂഹികമായി മറ്റുള്ളവർക്കിടയിൽ പോലും നമുക്കിത് ഈ മാറ്റങ്ങൾ അവർ നമ്മെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിജയിച്ചു വരുന്നു, നമുക്ക് നേട്ടങ്ങൾ സാധ്യമാകുന്നു, നമ്മൾ നേടി എന്ന് നമുക്ക് തന്നെ ബോധ്യം വരും. അങ്ങനെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് പോകാൻ കഴിയുക എന്നാണ് ഏറ്റവും പ്രധാനം. പറഞ്ഞത് അഫർമേഷൻ ഏറ്റവും പോസിറ്റീവായ ഒരു ദൃഢീകരണ വാക്കുകള്, ശക്തമായ വാക്കുകള്, നമ്മൾ നമ്മോട് തന്നെ പറഞ്ഞ വാക്കുകള് ശ്രദ്ധിച്ച് അത് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് ഓരോ പ്രാവശ്യവും ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് ആരോഗ്യമാണ്, ഞാൻ അംഗീകരിക്കപ്പെടുന്നു, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എന്നിൽ ആനന്ദം അനുഭവിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഒരുപാട് അഫർമേഷനുകൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. ആ അഫർമേഷൻ ഒക്കെയും നമ്മുടെ ജീവിതത്തെ വളരെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ചർച്ച ചെയ്തതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിലേക്കുണ്ടാകുന്ന നെഗറ്റീവായ ഇത്തരം ചിന്തകൾ ആവർത്തിച്ച് വരുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ രോഗങ്ങളായിട്ട് തന്നെ ഒരു പക്ഷെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം, ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഈ പറഞ്ഞ സാമ്പത്തിക പ്രയാസം അത് നമ്മുടെ ജീവിതത്തെ തന്നെ, ആരോഗ്യത്തെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് അത് വരും. അങ്ങനെ അത് സ്വാധീനിച്ചു വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിച്ചു തുടങ്ങും. അങ്ങനെ ആരോഗ്യം പോലും പ്രയാസമാകുന്ന രീതിയിലേക്ക് അത് പോകും. അതിന് പകരം ഇത്തരം പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പോസിറ്റീവായ ചിന്തകൾ നമ്മെ പൂർണ്ണമായും നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് യാഥാർത്ഥ്യമാണ്. അതിനൊരുപാട് ആയിരക്കണക്കിന് അഫർമേഷൻ നമുക്ക് കിട്ടും. ആ അഫർമേഷനുകൾ അത് ഏതാണോ ആവശ്യമായത് അത് കണ്ടെത്തി അത് രൂപപ്പെടുത്തിയെടുത്ത് നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായ ചിന്ത എന്താണോ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിനെ മെല്ലെ മെല്ലെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടുവന്ന് തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റങ്ങളെ നമുക്ക് പൂർണ്ണമായും അനുഭവിച്ചറിയാൻ കഴിയും. അതിന് നേട്ടങ്ങളെ നമുക്ക് പൂർണ്ണമായും അനുഭവിച്ചറിയാൻ കഴിയും. അതിന് ആരോഗ്യകരമായ നേട്ടങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന വാക്കുകളെ, നമ്മളോട് പറയുന്ന വാക്കുകളെ, നമ്മുടെ അഫർമേഷനുകളെ നമ്മൾ ശ്രദ്ധാപൂർവം മാറ്റി തുടങ്ങി കഴിഞ്ഞാൽ അത് ജീവിതത്തെ എത്രമാത്രം മാറ്റുന്നു എന്ന അത്ഭുതകരമായ ഒരു കാര്യത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അത്ഭുതകരമായ ഒരു കാര്യത്തെയാണ് കാണാൻ പറ്റുക. അങ്ങനെ അത്ഭുതകരമായ ഒരു മാറ്റങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ